കേരളത്തിന്റെ വ്യവസായ വികസനത്തെ പ്രകീർത്തിക്കുന്ന ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ പിന്തുണച്ചും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നും അത് നേട്ടമാണെന്ന് പറയുന്നതിൽ ചിലർക്ക് വല്ലാത്ത പ്രശ്നമുണ്ടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ പിന്തുണച്ച് CPI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനത്തെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും MP-യുമായ ഡോക്ടർ ശശി തരൂർ എഴുതിയ ലേഖനം രണ്ടു തരത്തിൽ ഗുണം ചെയ്യുമെന്നാണ് സർക്കാരും LDF-ഉം കരുതുന്നത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്നും സർവ്വമേഖലയിലും പ്രതിസന്ധിയാണെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചാരണം തള്ളുന്നുവെന്നതാണ് തരൂരിന്റെ ലേഖനത്തിൽ CPM കാണുന്ന ഒന്നാമത്തെ അനുകൂല ഘടകം. നമ്മുടെ നാട്ടിലെ ഇത്തരം നേട്ടങ്ങൾ അത് നാടിൻ്റെ നേട്ടമാണല്ലോ, കേരളത്തിൻ്റെ നേട്ടമാണല്ലോ. ആ നേട്ടമാണ് എന്ന് പറയുന്നതിന് ചിലർക്ക് വല്ലാത്ത പ്രയാസമാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട് ഒരു മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാക്കുമ്പോൾ അതിലാരും സന്തോഷിക്കുകയും ആ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. ആ സ്വാഭാവിക പ്രക്രിയയാണ് ഇവിടെ ഉണ്ടായത്. സംസ്ഥാന സർക്കാരിനുള്ള സമീപനത്തിൽ UDF-നെ നയിക്കുന്ന കോൺഗ്രസിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടെന്നതിന് തെളിവായും തരൂരിന്റെ ലേഖനത്തെ LDF കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ പരമോന്നത സമിതിയിൽ അംഗമായ തരൂരിന് തന്നെ വിയോജിപ്പുണ്ടെന്നത് പ്രചാരണത്തിൽ ഗുണം ചെയ്യുമെന്നും ഇടതുമുന്നണി കരുതുന്നു. പരസ്പരം കണ്ടാൽ മിണ്ടാത്തവരെല്ലാം കൈകോർത്ത് പിടിച്ച് പറഞ്ഞു, ഷട്ടപ്പ് എന്ന് പറഞ്ഞു തരൂരിനോട്. അവരെല്ലാം ചേർന്ന് പറഞ്ഞിട്ടും തരൂർ പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. ഇടതുപക്ഷം ശരിയാണ്, ആ രാഷ്ട്രീയം ശരിയാണ്, അതിൻ്റെ വ്യവസായ കാഴ്ചപ്പാട് ശരിയാണ്, വികസന കാഴ്ചപ്പാട് ശരിയാണ്. തരൂർ പറഞ്ഞത് വസ്തുതയാണെന്ന് ചൂണ്ടിക്കാട്ടി ലേഖനം പ്രചരണ വിഷയമാക്കാനും ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ട്. വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ? അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. തരൂരിന്റെ ലേഖനം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും ലേഖനത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച ഈ 3 രേഖകളെ സംബന്ധിച്ച് തെറ്റാണ് എങ്കിൽ ആ 3 രേഖകളും വെച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. ഞാൻ ഈ 3 രേഖകൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത AK സെന്ററിന് ഉണ്ടാക്കി കൊടുത്ത രേഖയല്ലല്ലോ. 24 തിരുവനന്തപുരം.